പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തിൻ്റെ പോക്ക് എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഇങ്ങോട്ട് എന്ന് പറയും. ഇനി ചുടുകാട്ടിലേക്കാണ്. എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. ഒരു പെൺകുട്ടി വിവാഹിതയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളതും, എന്താ പറയുക, നല്ല ഭർത്താവ്, നല്ല ഭക്ഷണം, എല്ലാം നല്ലതാണ്. പക്ഷെ അവൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഫാത്തിമത്തു റിസ എന്ന 20കാരി. കണ്ണൂർ അഴീക്കോടുള്ള ഒരു പെൺകുട്ടിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളത്. ജനുവരി 8-നെങ്ങാനായിരുന്നു കല്യാണം. ഈ ഒരു പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ഭർത്താവിൻ്റെ കൂടെ ഗൾഫിലായിരുന്നു. അങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന് ഇവരൊരു അത്യാവശ്യം ഒരു 4-5 പേജിൽ ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന് എഴുതിയിട്ടാണ് ഈ പെൺകുട്ടി ഇത് ചെയ്തത്. ഇവർക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്രേ. അതായത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ. ഇതൊന്നും കൃത്യമായിട്ട് ഈ ഫാത്തിമത്തു റിസയുടെ വീട്ടിൽ അറിയിക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല. അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ ഇതിന് മുൻപ് ഇവര് ജീവനൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് മൂടി വെപ്പിച്ചു. ഇങ്ങനെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഭർത്താവിൽ നിന്നുണ്ടായത്, അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നുണ്ടായതെന്നൊക്കെയാണ് ഈ പെൺകുട്ടി ഈ ജീവനൊടുക്കുന്നതിന് മുൻപ് എഴുതി വെച്ച കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വീട്ടുകാർ കൊടുത്ത പരാതിയിൽ പറയുന്നത് ഈ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ കല്യാണത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ള ആദ്യം കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ? ഇത് കണ്ണൂർ ചൊക്ലി ഭാഗത്ത് നടന്നൊരു വീഡിയോ ആണ്. അതായത് ഇത് വധുവിന്റെ വീട്ടിലേക്ക്, പുതിയണ്ണിന്റെ വീട്ടിലേക്ക് വരനെ കൊണ്ടുവരുന്ന വീഡിയോ നിങ്ങൾ കാണുന്നത്. ഇത് ഏതോ ഒരു ചുടുകാട്ടിലേക്ക് പോകുന്ന ആളുകളെ പോലെ. നമുക്ക് വിവാഹത്തെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റിനെ മാറി. ഇങ്ങനെ വിവാഹം കഴിച്ചവർക്ക് ഒരു കുഴപ്പമുണ്ടാവൂല കേട്ടോ. അവരൊക്കെ റാഹത്തായിട്ട് ജീവിക്കും. നമ്മൾ വളരെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അവിടെ പോയിട്ട് ഓരോ പ്രയാസം. അപ്പൊ ഞാൻ ഈ വീഡിയോ ഞാൻ കാണിക്കാൻ കാരണം, വിവാഹം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തോട് നമുക്ക് എത്രമാത്രം അപമര്യാദയായിട്ട് പെരുമാറാൻ കഴിയോ അത് ഈ ലോകത്ത് മുസ്ലിം സമുദായം മാത്രമേ ഉള്ളൂ. മറ്റേതൊരു സമുദായങ്ങൾ എടുത്തു നോക്കിക്കോ, അവരവരുടെ വിവാഹത്തിന് റെസ്പെക്റ്റോട് കൂടിയേ കാണാം. നിങ്ങൾ ഹിന്ദുക്കളുടെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? യാതൊരുവിധ ആഡംബരങ്ങൾ, ഭക്ഷണങ്ങൾ പൊതുവേ ഉണ്ടാവരില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തല്ലിവിടാൻ വരണ്ട. ക്രിസ്ത്യാനികളാണെന്ന കുറച്ചും കൂടി ആഡംബരം, എന്നാൽ അവർ മതപരമായ കാര്യങ്ങളൊക്കെ പരമാവധി ചുരുക്കി കല്യാണം കഴിക്കണ കാണാം. പക്ഷെ ഇതുപോലെയുള്ള പേക്കൂത്തുകൾ നടത്തുന്ന കല്യാണം ആർക്കേ ഉള്ളൂ? അത് സത്യം പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനേ ഉള്ളൂ. ഇതെന്താ നമ്മൾ നേരാക്കിയാലും നേരാവാത്ത? ഒന്ന്, നമ്മുടെ കയ്യിൽ പണമുണ്ട്. 2, നമ്മൾ ഏതെങ്കിലും ഒരു വൈദികന്റെയോ ഒരു മതപണ്ഡിതന്റെയോ നിയന്ത്രണത്തിലല്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും. അവരൊക്കെ പാവം മഹലിലെ ഉസ്താദുമാർ, അവിടുത്തെ ജോലിക്കാർ മാത്രമാണ്. നാളെ ഈ കമ്മിറ്റിക്കാർ പറയാണ് നിങ്ങൾ നാളെ ഇവിടെ നിസ്കരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞാൽ പെട്ടിൻ കിതാബ് എടുത്ത് പോകേണ്ടി വരും. അത്രേ അവർക്ക് റോളുള്ളൂ. അതായത് അവരുടെ കീഴിലല്ല നാട്ടുകാർ നിൽക്കണം, മറിച്ച് നാട്ടുകാരുടെ കീഴിലാണ് ആര് നിൽക്കണത്? ഉപദേശിക്കാൻ വരുന്ന ഉസ്താദുമാർ നിൽക്കണം. അതുകൊണ്ട് അവർക്കൊരു റോളും ഇല്ല. പ്രത്യേകിച്ച് പണക്കാരും പ്രതാപമുള്ള ആളുകളാണെങ്കിലും ഒന്നും മിണ്ടാനില്ല. അപ്പൊ ഈ വിവാഹത്തിന്റെ പ്രശ്നം വരുന്ന എവിടെയെന്ന് വെച്ചാല്, നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഒരു മൂല്യം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പരാതികൾ ഉണ്ടാവും. ഈ പെൺകുട്ടിക്കും സംഭവിച്ച അങ്ങനെ തന്നെയാണ്. ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയുടേതായ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ആഗ്രഹങ്ങൾ പോലെയല്ല ഭർത്താവിൽ നിന്നുണ്ടായ പെരുമാറ്റങ്ങൾ. അപ്പോ അവനവന്റെ ലൈഫിൽ കുറച്ച് വാല്യൂസുകൾ, മൂല്യങ്ങൾ വെച്ചു. ആ മൂല്യങ്ങൾ കിട്ടാതാവുമ്പോൾ അത് പരാതിയായി. ആ പരാതി പരിഹരിക്കാൻ പറ്റാതാവുമ്പോൾ ചില ദുർബല നിമിഷത്തിൽ തോന്നുകയാണ് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത്. നാളെ നമ്മുടെ മക്കൾക്ക് ഈ ഗതി വരാതിരിക്കാൻ ഈ ഒരു വിഷയത്തിന്റെ മറുഭാഗം നമുക്ക് അറിഞ്ഞൂടട്ടോ. മറുഭാഗം നമുക്കറിയില്ല. അവർക്ക് അവരുടേതായ ന്യായങ്ങൾ പറയുകയാണെങ്കിലും ഒരു പെൺകുട്ടി ജീവനൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ലാത്ത ഒന്നാണ്. ഇനി ഇത്തരം കേസുകൾ കേരളത്തിൽ ഇത് ആദ്യമാണോ? അല്ല. ഇവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഏറിക്കഴിഞ്ഞാൽ ഒരു അറസ്റ്റ്, അതിലപ്പുറം ഒന്നും നടക്കില്ല. അപ്പൊ പെൺകുട്ടികളെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഉമ്മമാരി വീഡിയോ, അപ്പമാരി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ വിവാഹത്തിലേക്ക് പറഞ്ഞേക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ കുട്ടികൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി പറയുന്നുണ്ടെങ്കിൽ അവിടെ ആ പ്രശ്നമുണ്ട്, ഇവിടെ എങ്ങനെയുണ്ട്, ഭർത്താവ് അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു വാല്യൂ ഉള്ളത് കൊണ്ടാണ് അവർ പരാതി പറയുന്നത്. ആ പരാതി നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുകയും അതിനെന്താണ് പരിഹാരം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും വേണം. ഞാനൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി ഒരു ഉസ്താദിനെ, അതായത് ഒരു മതപരമായിട്ട് താല്പര്യമുള്ള ഒരാളെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു അന്വേഷിച്ചു. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ തന്നെയാണ്. അങ്ങനെ ഇവർക്ക് ഒരു ഹാഫിദായ ഒരാൾ ഗൾഫിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം നല്ലൊരു അക്കൗണ്ടന്റ് ആണ്, നല്ലൊരു പോസ്റ്റാണ്, ആള് ഹാഫിദാണ് എന്നൊക്കെ കേട്ടപ്പോൾ ഇവര് പിന്നെ കുറെ ഒന്നും അന്വേഷിച്ചില്ല. കാരണം നല്ല സ്വഭാവമല്ലേ, അവർ കല്യാണം കഴിപ്പിച്ചു. ഈ പെൺകുട്ടിയാണെങ്കിൽ വഫിയെ അങ്ങനെ എന്തോ ഒരു കോഴ്സ് പഠിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പൊ ഒരു ഹാഫിദിനെ തന്നെ കിട്ടണം എന്നുള്ള അവരുടെ ആഗ്രഹമായിരുന്നു. മതപരമായിട്ട് കുറച്ച് അറിവൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അറിവുള്ള ഒരാളെ കല്യാണം കഴിച്ചപ്പോൾ ഈ പെൺകുട്ടി ഞെട്ടിപ്പോയി.
ഇയാള് ഹാഫിദാവാൻ പോയിട്ട് ആകെ 4 5 ജുസേ കാണാതെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്നൊക്കെ അയാൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാരെ മുന്നിൽ ഇയാൾ ഹാഫിദാണെന്നൊരു ധാരണയാണ്. അതുകൊണ്ട് ഇയാളും അത് ഏറ്റുപിടിച്ചു. കെട്ടാൻ പോണ പെണ്ണിന്റെ വീട്ടിലൊക്കെ ഒരു ഹാഫിദാവുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയാണല്ലോ, ഒരു പ്രത്യേക പരിഗണനയാണല്ലോ. വിവാഹത്തിലെ നല്ല കുടുംബത്തിലുള്ള മുസ്ലിം പെൺകുട്ടികളെ, നല്ല അച്ചടക്കമുള്ള കുട്ടികളെ കിട്ടുന്നു കരുതി. അങ്ങനെ ഇയാൾ ഒന്നാമത്തെ തെറ്റ് അവിടെയാണ്. ഈ പെൺകുട്ടിയെ ട്രാപ്പിലാക്കിയതാണ്. അപ്പോൾ ഇവര് തമ്മിൽ വിവാഹം ഉറപ്പിച്ച് നിർത്തിയിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം. ഈ കല്യാണത്തിന്റെ ഇടയിൽ ഇയാളുടെ വർത്താനം കേട്ട് ഇയാൾ തോന്നി, പടച്ചോനെ, ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ ഒരു നല്ല ഭർത്താവ് എനിക്ക് കിട്ടിയല്ലോ, അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ച് നോക്കുമ്പോൾ ഇയാളുടെ സ്വഭാവം പറ്റ വെടക്കാണ്. ഇയാൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇയാൾ ഹാഫിദാണോ എന്ന് ചോദിച്ചാൽ ഹാഫിദ് മുഴുവനായിട്ട് ഹാഫിദല്ല. ഇയാൾ എവിടൊക്കെയോ മതപാഠശാലയിലൊക്കെ കുറച്ച് പോയിട്ട് അത്യാവശ്യം കുറച്ച് മതപരമായിട്ട് അറിയാം, മറ്റു വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് ഇയാളൊരു കൂതറയാണ്. പക്ഷെ അത് കൂടെ കഴിയുമ്പോഴാണ് ഈ പെണ്ണിന് മനസ്സിലായത്, ഇത് വീട്ടുകാരോട് പറഞ്ഞൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ആ വീട്ടുകാർ ഇവൾക്ക് വേണ്ടി വേറെ ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന് നോക്കുമ്പോൾ എനിക്ക് ആ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ആ സാമ്പത്തികം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ആ മതപരമായിട്ട് അറിവുള്ള ഒരാളെ തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് ഈ കല്യാണക്കാര്യം സമ്മതിപ്പിച്ചെടുത്തിട്ടുള്ളത്. ആ വീട്ടുകാർ വേറെ കുറെ കുടുംബം തറവാടൊക്കെ നോക്കിയിട്ട് കുറെ നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഈ പെണ്ണ് റിജക്ട് ചെയ്ത് താൻ സ്വീകരിച്ച, അല്ലെങ്കിൽ ഒരു പ്രണയിച്ചതുപോലെ തന്നെ, അതായത് തൻ്റെ മുൻകൈ എടുത്തിട്ട് നടന്ന ഈ കല്യാണം ഇനി ഞാൻ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ പറയാ. ഇയാൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ കള്ളുടിക്കണതൊന്നുമല്ല. ഇപ്പോഴത്തെ പല പല പുതിയ സിന്തറ്റിക് ഉണ്ടല്ലോ. ഇയാൾക്ക് രാത്രിയിൽ ഉറങ്ങാതിരിക്കണ്ടേ, എനർജി വേണ്ടേ. ഇയാൾക്ക് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര ആവേശം. ഇയാൾ ഇത് അടിച്ചിട്ടാണ്, ഇയാൾക്ക് ഇത് എത്രയും മതി വരൂല. ഈ പെണ്ണ് പാവം കിട്ടുന്ന പെടാപ്പാട് പെടും. ഇതാരോടാ ഈ സ്ത്രീ പറയാം? ഒരു മാർഗവും ഇല്ല. ഇവരവസാനം ഇവളെ കൂടെ പഠിച്ച പെൺകുട്ടികളോട് ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വഫിയ കോഴ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി ഈ രീതിയിൽ ഡ്രഗ് അഡിക്റ്റ് ആയ ഒരാളെ ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ മാനസിക നില തെറ്റി. ഒടുവിൽ ഇവർക്ക് സുഖമില്ല, ഇവളെ ഏർവാടിക്ക് കൊണ്ടേ. കാരണം വീട്ടുകാർ അങ്ങനെയാണ്, ഏർവാടിക്ക് കൊണ്ടേ പ്രശ്നം. എന്ത് ഏർവാടിക്ക് കൊണ്ടിട്ട് എന്ത് കാര്യമാണ്? ഈ പെൺകുട്ടിക്ക് കൃത്യമായ കൗൺസിലിംഗ് ആണ് വേണ്ടത്. ഒടുവിൽ ഈ പെൺകുട്ടി ജീവനെടുക്കുക. ഞാനിത് റിയൽ സംഭവമാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി രക്ഷിതാക്കളുടെ ഇടപെടലുകളും ചികിത്സയും ഇല്ലാതെ വന്നതോടെ ഗതികെട്ട് ഇതിന്റെ മൈൻഡൊക്കെ പോയി ഡിപ്രഷൻ മൂഡിലായത്. എന്താ ചെയ്യുന്നത് അതിനെന്നെ ബോധമില്ല. അത് സ്വയം ജീവനെടുക്കേണ്ടി വന്നു. ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ കാണാം. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ വലിയ ഈമാനിയാണ്, വലിയ ഇസ്ലാമിയാണ് എന്നൊക്കെ നമ്മൾ കുടുംബപരമായി അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുക. പക്ഷെ കല്യാണം കഴിച്ചാലാണ് അറിയുക, ഇയാൾ ഈ പറയണ പോലെ നല്ല ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളാണ്, നല്ല മർദ്ദിക്കും, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഗണനയും കൊടുക്കാത്ത ആള്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് നോക്കുക. നിങ്ങൾ ആദ്യം വേണ്ടത്, നിങ്ങൾ വിവാഹത്തിന് പ്രിപ്പയർ ആവുന്നതിന് മുൻപ് നിങ്ങളൊരു നല്ല വിദ്യാഭ്യാസം എന്ന് കേട്ടിട്ട് നല്ലൊരു ജോലി വാങ്ങുക. നിങ്ങൾ ജോലി വാങ്ങിയിട്ട് ഒരു 10-23 വയസ്സാകുമ്പോഴേക്ക് നിങ്ങൾ വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും, ലൈഫിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ നല്ലൊരു കല്യാണം, ഇത് 18 വയസ്സാകുമ്പോഴേക്ക് കല്യാണത്തെ കുറിച്ച് വീട്ടിൽ ചർച്ച ചെയ്യണം. രക്ഷിതാക്കളെ നിങ്ങൾ ദയവ് ചെയ്ത്, നിങ്ങൾക്കൊരു പെൺകുട്ടിയാണ്, ഇപ്പൊ ഞാനൊരു പെൺകുട്ടിയുടെ വാപ്പയാണ് ഞാൻ ഈ പറയുന്നത്, ഞാനൊരു പെൺകുട്ടിയുടെ വാപ്പ എന്നൊക്കെ പറയണത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. അവര് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങട്ടെ. ഇപ്പൊ ജോലി വാങ്ങണ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ സ്വന്തം കാലിൽ നിൽക്കുന്നവരല്ലേ. ഇത് ആളുകളെ ധാരണ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അടിമയാണ്, ആണുങ്ങൾ പറഞ്ഞ കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ആളുകളാണ്. ആ ധാരണയും കാലൊക്കെ മാറി. അതിൽ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ചിലർക്ക് അങ്ങനെയുണ്ട്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ മറ്റുള്ളവർ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ അങ്ങനെയാണ്, നിങ്ങൾ കുറ്റം പറഞ്ഞില്ലല്ലോ, നമ്മൾ ഒളിച്ചോടി പോയ പെണ്ണിന്റെ കുറ്റം പറഞ്ഞതിനാണ്, ഒളിച്ചോടി പോയത് തെറ്റാന്ന് പറഞ്ഞ പോരെ. അപ്പോഴേക്കും എന്തൊക്കെ പറഞ്ഞു, ഞാൻ അതിന്റെ ഭാഗം നിന്നു. ഇതാണ് ആളുകളുടെ രീതി അങ്ങനെയാണ്. കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ഒളിച്ചോടി പോയത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ചെയ്ത് തെറ്റാന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ഞാൻ അതിന്റെ കുറ്റം പറയൊന്നും വേണ്ട, അവരെ ആക്ഷേപിക്കും വേണ്ട. അതാണ്. അപ്പൊ ഞാൻ പിന്നെ അതിന്റെ ഭാഗത്തായി. നമ്മൾ നമ്മുടെ ലൈഫിനെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടികൾ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ജോലി വാങ്ങി മുന്നോട്ട് പോകും. എന്നിട്ടാവട്ടെ വിവാഹം. എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു കാര്യം മുന്നോട്ട് പോകണില്ലെങ്കിൽ നിങ്ങൾ അവസാനിപ്പിക്കേണ്ട, നിങ്ങളുടെ ജോലിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ. വാപ്പ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചാൽ തിരിച്ച് നിങ്ങൾ വാപ്പാക്ക് സാലറി നിങ്ങൾ കൊടുക്കുക, കുറച്ചൊരു ഭാഗം വാപ്പാക്ക് വേണ്ടി. നിങ്ങൾക്ക് പ്രായമായ വാപ്പാനങ്ങൾ നോക്കിങ്ങള്, ബാക്കിയൊക്കെ അതിന്റെ പിന്നാലെ വന്നോളും. ഇതല്ലാതെ ഇന്നത്തെ കാലത്ത് എന്ത് പറയാനാണ്? എന്റെ അടുത്ത് വന്നൊരു കേസാണ്. ഒരു പെൺകുട്ടി വിവാഹിതയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളതും, എന്താ പറയാ, നല്ല ഭർത്താവ്, നല്ല ഭക്ഷണം, എല്ലാം നല്ലതാ. പക്ഷെ അവൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് അവരുടെ ബെഡ്റൂം കാര്യങ്ങൾ, അതായത് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവളുടെ വീട്ടുകാരോടും കൂട്ടുകാരോടും ഷെയർ ചെയ്യാനുണ്ട്. അവൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്നേഹമില്ലാത്തത് പോട്ടെ,
ബഹുമാനമില്ലാത്ത പോട്ടെ, പക്ഷെ ശരീരം മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് മടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ അത് വീട്ടിൽ പറയാറുന്നില്ലേ? വീട്ടിൽ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞൊരു കാര്യം എന്ന് പറയണത്, നിനക്ക് അവൻ ഭക്ഷണം കഴിക്കാൻ തരണില്ലേ? അപ്പൊ കുട്ടി പറഞ്ഞു, തരുന്നുണ്ട്. നിന്നെ അവൻ അടിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ നീ സഹിച്ചു നിന്നോ? ഇതൊക്കെയാണ് ജീവിതം എന്നാണ് മാതാപിതാക്കൾ പറയണത്. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കണത് അത് ഒരു ദിവസത്തിന്റെ വേദന കൊണ്ടല്ല, ഒരുപാട് രാത്രികളുടെ നിശബ്ദമായിട്ടുള്ള കരച്ചിലാണ് അവൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു കയറിൽ തൂങ്ങണത്. ആ സമയത്ത് അയ്യോ എന്റെ മോള് എന്തിനാ അത് ചെയ്ത് അച്ഛനമ്മോടും പറയാറുന്നില്ലേ പറയുന്നതിന് പകരം അവള് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവളെ രക്ഷപ്പെടുത്താൻ നോക്കുക, അവളെ കേൾക്കാൻ നോക്കുക. ശാരീരികമായി ഒരാളെ അടിച്ച് ചോര വന്ന് മുഖത്ത് പാട് കാണിച്ചാൽ മാത്രമല്ല അത് വേദന എന്ന് പറയണത്. കുറച്ചുകൂടി കഴിയട്ടെ, അവള് നമുക്ക് നോക്കാം, നമ്മുടെ കാലത്ത് ഇതിനും വലിയ വേദനകൾ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മള് സമയം നോക്കിയിരിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ടു പോകും. മാനസികമായിട്ട് അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലത്തെ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയ അൽബഖറ എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, വിവാഹം കഴിക്കുന്നതിന്റെ വിധി എന്താണെന്നുള്ളതാണ് ചോദ്യം. സുന്നത്താണോ നിർബന്ധമാണോ? ഇസ്ലാമിൽ വിവാഹം കഴിക്കുന്നതിന്റെ വിധി സുന്നത്താണോ നിർബന്ധമാണോ ഹലാലാണോ? ഇതിലേതാണ് ശരിയെങ്കിൽ ആ ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.